എൻ്റെ ചെറിയച്ഛനിലും രാജേന്ദ്രനിലും മറ്റുള്ളവരിലും കൂടി അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചു. ഞാനൊഴികെ മറ്റെല്ലാവരും ഈ സാഹചര്യങ്ങൾ യുക്തിസഹവും സാധാരണവുമാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ശ്രീ യുക്തേശ്വരൻ സാമൂഹിക കടപ്പാടുകൾ പാലിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച വരുത്താറില്ലാതിരുന്നതിനാൽ അദ്ദേഹം ഒരു ഭിഷക്കുരനെ വിളിച്ചുകൊണ്ടുവരാനും എൻ്റെ ചെറിയച്ഛനെ വിവരമറിയിക്കാനും കനായിക്ക് നിർദ്ദേശം നൽകി. ഗുരുദേവ, ഞാൻ പ്രതിഷേധിച്ചു. അങ്ങേക്ക് മാത്രമേ എന്നെ സുഖമാക്കാൻ കഴിയൂ. ഏതൊരു ഡോക്ടർക്കും ഭേദമാക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ പോയി കഴിഞ്ഞു. കുഞ്ഞേ, നിന്നെ ഈശ്വരന്റെ കാരുണ്യം കാത്തുരക്ഷിക്കുന്നുണ്ട്. ഡോക്ടറെ പറ്റി വേവലാതി വേണ്ട. അദ്ദേഹം നിന്നെ ഈ നിലയിൽ കാണുകയില്ല. നീ ഇപ്പോഴേ സുഖം പ്രാപിച്ചു കഴിഞ്ഞു. ഗുരുദേവന്റെ ഈ വാക്കുകളോടെ അതികഠിനമായ വേദന വിട്ടുമാറി. ഞാൻ ബലഹീനനായി എഴുന്നേറ്റിരുന്നു. ഒരു ഡോക്ടർ ഉടനെ എത്തി എന്നെ ശ്രദ്ധയോടെ പരിശോധിച്ചു. ഏറ്റവും മോശമായ അവസ്ഥ നിങ്ങൾ തരണം ചെയ്തു എന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. പരിശോധനയ്ക്ക് ഞാൻ സാമ്പിളുകൾ എടുത്തുകൊണ്ട് പോകാം. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ തിടുക്കത്തിൽ എത്തി. ഞാൻ സന്തോഷവാനായി എഴുന്നേറ്റിരിക്കുകയായിരുന്നു. കൊള്ളാം കൊള്ളാം, നീ ചിരിക്കുകയും വർത്തമാനം പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ മരണവുമായി